അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ ഒരു മുഫ്തി അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. അത്രയും മണിരത്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ഒരു ഫത്വ നമ്മുടെ ആറ്റക്കോയത്തങ്ങളും ആറ്റക്കോയത്തങ്ങളുടെ അനിയനെയും സംബന്ധിച്ചാണ്. ആ ഫത്വ ഒന്ന് കേട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി സംസാരിക്കാം. ഹായ്, നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ഈ നാറ്റക്കോയ തങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല രീതിയിൽ പൊങ്കാല ഇടുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തങ്ങളെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അതായത് ഇയാൾ കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ച് തിന്നിട്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തെ എന്താ പറയുക താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇതുപോലെ വേഷം കെട്ടി വരുന്ന ചില ഫ്രോഡ് തങ്ങന്മാർ. ഇയാളുടെ ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. കാരണം ഇയാള് ഈ കൊടിമരത്തിന്റെ വിഷയം, അതോടൊപ്പം തന്നെ ഇയാൾ പല വീഡിയോയിലും പറയുന്നുണ്ട് 10-75 എത്തി മക്കളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പിന്നെ അവര് സ്ഥലം എടുത്ത് പിന്നെ 10-25 പേർക്ക് എത്തി മക്കൾക്ക് വീട് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ വെച്ചു കൊടുത്ത വീടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എത്തീം മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളുടെ എല്ലാവരുടെ ചോദ്യം ഇതായിരുന്നു, ഈ ആള് തങ്ങളാണോ ഇല്ലേ എന്നുള്ളത്. അല്ലേ, തങ്ങളാണ് ഇയാൾ ഏത് തങ്ങൾ പരമ്പരപ്പെട്ടതാണ്? കാരണം എനിക്ക് തോന്നുന്നു റസൂലിന്റെ ആ ഒരു പാരമ്പര്യമാണ് തങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആകെ അറിയാവുന്നത് ഒരു ശിഹാബ് തങ്ങള്, ആ ഒരു പരമ്പരപ്പെട്ടിട്ടുള്ള കുറച്ച് തങ്ങന്മാരറിയാം. കേട്ടില്ലേ? അപ്പം അദ്ദേഹത്തിന് ദീനുമായിട്ടുള്ളൊരു ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. ദീൻ പഠിപ്പിച്ച അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കണ്ണേറ് കിട്ടാതിരിക്കാനായിരിക്കും ഒരു പേക്കോലത്തെയും കൂടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കോലം അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഒരു സമ്മേളനം വെച്ച് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ആലോചിക്കണം. ഒരു സമ്മേളനം വെച്ചിട്ടേ ഇത് ചർച്ച ചെയ്യാനും. നിങ്ങളതൊന്ന് കേട്ടു നോക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്ക്. ഇതിനൊക്കെ നിലക്ക് നിർത്തേണ്ട നമ്മുടെ സമുദായ എന്തുകൊണ്ടാണ് അവിടെയാണ് ഒരു ചോദ്യചിഹ്നം വരുന്നത്. സമുദായ നേതാക്കൾ ഇതിനെ മൊത്തം കണ്ണടക്കുകയാണ്. അതെ, അവര് മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു സമ്മേളനം പോലെ വെച്ചിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. പിന്നെ ഫാത്തിഹ പോലും ഏത് സംവാദത്തിന് പോകാനാണ്? നമ്മള് തളരൂല അൽഹംദുലില്ലാഹ്. ഇതാ പിന്നെ ആറ്റക്കോയ തങ്ങൾക്കും ഈ അനിയനൊന്നും ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ദീനുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന ഇദ്ദേഹത്തിനെ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ ഞാനൊന്ന് എന്ത് ചെയ്യാതെ കാണിച്ചു തരാം. ഇദ്ദേഹത്തിൻ്റെ ആ ദീനീ ബന്ധമേ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇൻഷാ അല്ലാഹ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അനിയനാണ്, മറ്റൊന്ന് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇവർക്കും സിനിമയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിത്തു അഷ്റഫാണ്. ജിത്തു അഷ്റഫിനെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇലവിഴ പൂഞ്ചിറ സിനിമയിലൊക്കെ പോലീസുകാരൻ്റെ റോൾ ചെയ്തിട്ടുള്ള ഒരു നായാട്ടിനകത്ത് പോലീസുകാരനാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാഹിദ് കബീർ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ജോസഫ്, നായാട്ട്, ഡയറക്ഷൻ പുള്ളിയായിരുന്നു. അപ്പം പുള്ളിയുടെ സ്ക്രിപ്റ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പോലീസ് സ്റ്റോറികളാണ്, ഫുള്ള് പോലീസ് സ്റ്റോറികളാണ്, എല്ലാം ക്രൈം ത്രില്ലർ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരെ എഴുത്തുന്നൊക്കെ പറയുമ്പോൾ പക്ക പുള്ളിക്ക് പോലീസിന്റെ കറക്റ്റ് സംഭവങ്ങളെല്ലാം പുള്ളി പക്കായിട്ട് അറിയാം. പുള്ളി പോലീസുകാരനല്ലേ? അതെ, പുള്ളി പോലീസുകാരനാണ്. അതുമല്ല ഇവരെല്ലാം ആലപ്പുഴ ഉള്ളു. ഈ സാധയുടെ പേജും എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 1.5 മിനിറ്റും കൂടെ ഉള്ളു ഈ സാധനം ഇറങ്ങാനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഓൾറെഡി ഈ ഫസ്റ്റ് ലുക്ക് കണ്ട് നമ്മൾ ഓൾറെഡി ഞെട്ടിയതാണല്ലേ.
വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന മമ്മൂക്കാടെ ഈ ഒരു പൊടിപാറുന്ന ഐറ്റം 73ാമത്തെ വരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടമായിട്ട് ലാലേട്ടൻ്റെ ആരാധകർക്ക് ലാലേട്ടൻ നൽകിയിരിക്കുന്ന മനക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ട്. പോയാലോ? പോസ്റ്റർ കണ്ടു, ഞെട്ടിയോ? എൻ്റെ പൊന്നു സുഹൃത്തെ, എന്തിനാണ് ആവശ്യവും അറിവുമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് 10-12 വർഷമൊക്കെ ഓതിപ്പടിച്ച് ആത്മീയജ്ഞാനം കരസ്ഥമാക്കിയ പണ്ഡിതന്മാർ ഈ ലോകത്തുള്ളത്. അവരത് ചർച്ചയും വിമർശനമൊക്കെ അതിനുണ്ടാകും. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ABCD അറിയില്ല. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നത് പാണക്കാട് തങ്ങളെ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ്. സത്യം അതങ്ങ് പറഞ്ഞതാണ്. നിങ്ങൾ അറിയാതെ വന്നു പോയതാണ്. ഇവിടെ പാണക്കാട് തങ്ങൾ മാത്രമല്ല, ധാരാളം അഹ്ലുബൈത്തുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഹൈദ്രൂസി കുടുംബം, ബുഖാരി കുടുംബം, ജമലുല്ലൈലി കുടുംബം, അസ്സഖാഫ് കുടുംബം, അങ്ങനെ ധാരാളം അഹ്ലുബൈത്ത് ഈ ലോകത്തുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. തങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നിങ്ങൾക്കതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ പൊട്ടത്തരവും മണ്ടത്തരവും വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് സ്വയം നാറാൻ വേണ്ടി നിങ്ങളിങ്ങനെ ലൈവിൽ വന്ന് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് ബുദ്ധിമുട്ടരുത്. നിങ്ങൾ ആരെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത്? എത്രയോ കാലം കൊണ്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അദ്ദേഹത്തിന് പറ്റിയോ? അതുകൊണ്ട് ഈ പണിയെല്ലാം നിർത്തി നന്നായി നമ്മുടെ പേഴ്സണൽ ജീവിതങ്ങൾ നന്നാക്കി ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ദീനീ വിഷയത്തിൽ കയറി ഇടപെട്ട തങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ഒരു കവി പാടുന്നുണ്ട്, യഈബുന്നാസു കുല്ലുഹുമു സമാന വമാ ലിസമാനിനാ ഐബുൻ സിവാനാ نعيب زماننا والعيب فينا ولو نتقى الزمان إذا هجانا. ജനങ്ങളൊക്കെ കാലത്തെ മോശമാക്കും. വല്ലാത്തൊരു കാലം, എന്തൊരു കാലമാണ് മോശമായ കാലം എന്നൊക്കെ പറയും. പക്ഷേ കാലത്തിന് ഒരു മോശവും ഇല്ല. നമ്മളാണ് ഏറ്റവും മോശം. കാലം ഒന്നും മോശം അല്ല. എന്നിട്ട് കവി പാടുന്നു, വലൗനതഖ സമാനുനാ വൽ ഇദൻ ഹജാനാ. കാലമെങ്ങാണം സംസാരിച്ചിരുന്നുവെങ്കിൽ നമ്മളെ ആ കാലം അടിച്ചോടിച്ചേനെ. നമ്മളോട് അത് സംവദിച്ചേനെ എന്നൊരു കവി പാടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കുക. പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെയൊക്കെ പരിപാടി അവരെടുക്കും. അള്ളാഹു നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.